നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം കർണാടകം വീണ്ടും വലിയ രാഷ്ട്രീയ നീക്കത്തിന് വേദിയാവുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചന പുറത്തു വന്നിരിക്കുന്നു. നിലവിലെ കോൺഗ്രസ് എംഎൽഎയും മുൻ ബിജെപി നേതാവുമായിരുന്ന നിലവിൽ ഹുബ്ബള്ളി ധാർവാഡ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ജഗദീഷ് ഷെട്ടാർ വീണ്ടും ബിജെപിയിലേക്ക് എത്തിയേക്കുമെന്നതിന്റെ സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നിലവിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കുമാരസ്വാമി പറഞ്ഞത് സത്യമാകുമോ എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കുമാരസ്വാമി പറഞ്ഞത് 60ഓളം എംഎൽഎമാർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബിജെപിയിലേക്ക് തിരികെ വരും എന്നതായിരുന്നു. അതോടുകൂടി കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ നിലം പതിക്കുമെന്നും ഇതിന് കൂടുതൽ ശക്തമേകുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ നീക്കം. ഷെട്ടാർ അങ്ങനെ ബിജെപിയിലേക്ക് വീണ്ടും തിരികെ എത്തുകയാണെങ്കിൽ ഷെട്ടാറിന്റെ പക്ഷത്തുള്ള 24ഓളം എംഎൽഎമാരും ബിജെപി പക്ഷത്തേക്ക് വീണ്ടും ചേക്കേറാനുള്ള സാധ്യതകളുണ്ട്. നമുക്കറിയാം, കർണാടകത്തിലെ ബിജെപിയെ വളർത്തിയത് യെദ്യൂരപ്പയും ഈശ്വരപ്പയും ഷെട്ടാറും ചേർന്ന ഒരു ത്രയം തന്നെയായിരുന്നു. അവരായിരുന്നു അവിടെ ബിജെപിക്ക് വിത്തുവാകിയതും അതിനെ പടർന്ന് പന്തലിക്കാനൊക്കെ സഹായിച്ചതും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സീറ്റ് തർക്കത്തെ ചൊല്ലി അല്ലെങ്കിൽ മൂപ്പിലമ്മ തർക്കത്തെ തുടർന്നൊക്കെയാണ് നിരവധി നേതാക്കൾ ബിജെപിയിൽ നിന്നും പടിയിറങ്ങിപ്പോയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ജഗദീഷ് ഷെട്ടാർ തന്നെയായിരുന്നു. ഒരുപക്ഷെ ഷെട്ടാർ അങ്ങനെ കോൺഗ്രസിലേക്ക് പോയതുകൊണ്ടുകൂടി തന്നെയാണ് കർണാടകത്തിൽ ബിജെപിക്ക് വലിയ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നതും. എന്തായാലും ഈ ഒരു നിലവിലുള്ള നേതൃത്വത്തിൽ പോലും കേന്ദ്ര നേതൃത്വം തൃപ്തരല്ല. സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നത് യെദ്യൂരപ്പയുടെ മകനാണ്. എന്നാൽ യെദ്യൂരപ്പയുടെ മകനെ കൊണ്ട് മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്നുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് ശക്തരായ നേതാക്കളെ വീണ്ടും പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നീക്കം ഉണ്ടായിരിക്കുന്നതും. എന്തായാലും ഈശ്വരപ്പ ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞത് ബിജെപി ഞങ്ങളുടെ തറവാടാണ്, തറവാട്ടിലേക്ക് ഏത് സമയത്ത് വേണമെങ്കിലും തിരികെ മടങ്ങി വരാം എന്നതായിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും ഷെട്ടാർ ബിജെപിയിലേക്ക് മടങ്ങി എത്തുമോ ഇല്ലയോ എന്നുള്ളത്. അത്തരത്തിൽ ഒരു തിരിച്ചു വരവ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് കോൺഗ്രസ് സർക്കാരിനെ കാര്യമായി തന്നെ ബാധിക്കും. നിലവിലുള്ള മന്ത്രിസഭയെ പോലും പിടിച്ചു കുലുക്കാൻ പ്രാപ്തമാകും ഷെട്ടാറിന്റെ തിരിച്ചുവരവ്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.